ഇന്ന് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇന്ന് പിന്നെ ഗംഗയ്ക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു രാവിലെ 10 മുതൽ 5 മണി വരെ. അപ്പം നവരാത്രി ആഘോഷം വരെയല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രാക്ടീസ് നടക്കുകയാണ് ഡാൻസ് സ്കൂളിൽ. അപ്പം അതിൻ്റെ ഇതായിട്ട് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 5 മണി വരെ അവർക്ക് ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവളില്ലെങ്കിൽ ഒരു രസവും ഇല്ല വീട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾക്കിരുന്ന് ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെ ടൂ വീലറിൽ പോണതാണ് കേട്ടോ ഏറ്റവും ഭംഗിയുള്ളത്. കാറിലോ ബസ്സിലോ ഓട്ടോയിലോ അങ്ങനെയൊക്കെ പോകുന്നത് ഒട്ടും താല്പര്യം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, കോട്ടൂർ എലിഫന്റ് പാർക്കിലാണ് ഞങ്ങൾ പോയത്. ഗംഗ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞു. പിന്നെ അവൾക്കങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കൊട്ടവഞ്ചി അതേപോലെ അങ്ങനെയൊക്കെ ആ വെള്ളത്തിലിറങ്ങാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആറ്റിലും ഒക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ സ്റ്റാറ്റസും വീഡിയോയും കാണുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും അറിയാം ഞാനൊരു ആനഭ്രാന്താണ്. ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ഇത് പിന്നെ ഈ ആനകൾ രണ്ടും മതപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തിറക്കിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം അത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇത് മോഴ ആനയാണ് കേട്ടോ. ഞങ്ങൾ അടുത്ത് നിന്നപ്പോൾ തന്നെ അവിടെ നിന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെല്ലുമ്പോൾ സൂക്ഷിക്കണം, മടലൊക്കെ എടുത്ത് എറിയാൻ ചാൻസ് ഉണ്ടെന്നാണ്. പിന്നെ ഇദ്ദേഹം ഭയങ്കര വില്ലനായിരുന്നു. വില്ലനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ പറയില്ലേ, ആളെ ആ ഒരു മനുഷ്യന്റെ ആ ഒരു ശ്വസനം മണപ്പിച്ചെടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണോ അതിനെ അഴിച്ചുവിട്ട് ഉപദ്രവിക്കാൻ വരാം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അത് തുമ്പിക്കൈയിട്ട് വരയ്ക്കുകയും അതേപോലെ ഈ സലാം വയ്ക്കുന്നതൊന്നും അത് ശരിക്കും പറഞ്ഞാൽ അത് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല. കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ എടുത്ത് എറിയാനൊക്കെ ഇതായിട്ടായിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നിന്ന് ഞാൻ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലോ അങ്ങനെയൊന്നും വരുന്നതിന് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും എടുത്തു തരാനും വലിയ താല്പര്യമില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് കാലും കൈയും പിടിച്ചിട്ടാണ് ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചത്. വേണമെങ്കിൽ തന്നെ എടുത്തു, ഞാൻ എടുത്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ്. ഇത് വന്നിട്ട് പിടിയാനയാണ് കേട്ടോ. അവരെന്തൊക്കെയോ പേര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പുറകിലൊരു ആന നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. തിരിച്ചു പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിനെ. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു 3 പിടിയാന ഇട്ടേക്കായിരുന്നു. അതിൽ ഈ ഇടത് സൈഡിൽ നിൽക്കുന്ന ആനയാണെങ്കിൽ ആ കമ്പി വേലിയൊക്കെ നല്ലപോലെ ഇടിച്ച് വെളിയിലിറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തള്ളയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 4 വയസ്സുള്ള ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടി ആന. അത് ആ അമ്മയെ വിട്ട് മാറുന്നേ ഇല്ല. അതിന് ചുറ്റിപ്പറ്റി തന്നെ കിടക്കുന്നുണ്ട്, നടക്കുന്നു, ഇരിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അത് മാത്രമല്ല, ആ തള്ളനെ ജസ്റ്റ് ഒന്ന് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതില് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇതായപ്പോഴത്തേക്കും കിടന്നതും കയറി അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് തള്ളി ഇടിച്ച് അതിനെ എഴുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള ആനകൾ. എനിക്ക് ആന എന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ ഉയരാണ്. എവിടെ ആനയുണ്ടോ അവിടെ ഞാൻ പോകും. എനിക്ക് ഉത്സവം എന്നല്ല, ഞാൻ ആന എവിടെയുണ്ടോ, ആന എവിടെയെങ്കിലും നിൽക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സെക്കൻഡിൽ അവിടെ എത്തിയിരിക്കും. കാരണം അവിടെ എന്നെ ഇവിടെ എപ്പോഴും വഴക്കാണ്, നിനക്ക് അല്ലാതെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ സഹായം വേണം, ആന എവിടെയെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരും വരേണ്ട ആവശ്യമില്ല, നീ ഒറ്റയ്ക്ക് പോയിരുന്ന് കണ്ടോളൂ. ഇനിയിപ്പോൾ നാളെ പൂജയെടുപ്പ് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നവരാത്രി വിഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ നെയ്യാറ്റിൻകരയിൽ ഇറങ്ങിയിട്ട് നാളെ നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരും. അപ്പം നാളെ അതിൻ്റെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. അതേപോലെ തന്നെ മറ്റാനയ്ക്ക് ശേഷം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ ആനകളുടെ അടുത്താണ്. കുറേ നിൽക്കേണ്ട, ആ ആന കിടന്നു കഴിഞ്ഞു. പക്ഷെ കിടന്നതും ആ കമ്പി വേലിയേക്ക് തകർക്കണ ആന നേരെ അതിൻ്റെ അടുത്ത് വന്നു. പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് ഒരു വിധത്തിൽ പോകില്ല, അതിനെ എഴിപ്പിക്കാതെ ഈ 2 ആന അതിൻ്റെ അടുത്ത്. പിന്നെ കുട്ടിയാന അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയാന അതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ കുട്ടിയാന അതിൻ്റെ അടുത്തിരുന്ന് അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഇരിക്കും ഇരുന്ന് അവിടെ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ആ ഒരു രീതിക്കാണ് അത്. ഭയങ്കര സ്നേഹം, അതിനെ കിടക്കാനേ സമ്മതമായിരുന്നു.
പക്ഷെ ആണെങ്കിൽ കിടക്കാനേ സമ്മതിക്കുന്നില്ല. മറ്റാന കമ്പി വേലിയൊക്കെ അടിച്ചു പൊടിച്ചുകൊണ്ടിരുന്ന ആന ഇത് കിടന്നത് അതിൻ്റെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റി കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും നമ്മളിവിടെ വന്നതോ ഒന്നും ഗംഗ അറിഞ്ഞിട്ടില്ല. ഗംഗ ഇനിയേ അറിയുള്ളൂ. അപ്പം ഇന്ന് പിന്നെ ഡാൻസ് കഴിഞ്ഞിട്ട് അവൾ ട്യൂഷന് പോയി. അപ്പം ഞാൻ ഇതുവരെയും പറഞ്ഞില്ല, ഇതാ വൈകിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവിടുത്തെ സ്ഥിരമുള്ള ആനയാണത്. പിന്നെ അവിടെ ആ ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അങ്ങോട്ടൊന്നും പോയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ കയറിയില്ല. കാരണം ഇതൊക്കെ ഗംഗയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബോട്ടിങ്ങിൽ കയറുക, വെള്ളത്തിൽ കളിക്കുക, ഇതൊക്കെ. അപ്പം അവൾക്ക് ഇഷ്ടമുള്ളതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അവളെയും കൊണ്ട് ഒരു ദിവസം പോകുമ്പോഴത്തേക്കും കയറാം എന്നുള്ള രീതിയിൽ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.